ഗായ്സ്, തായ്ലാൻഡിലെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊസമായി എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് വി ആർ ഗോയിങ് ടു കൊപ്പന്യാൻ അങ്ങനെ ഒരു ഐലൻഡിൽ പോവുകയാണ്. ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ഐലൻഡായ കൊപ്പന്യാനിലേക്ക് പോവുകയാണ്. നമ്മള് ഇങ്ങനത്തെ എനിക്ക് തോന്നുന്നു സ്പീഡ് ബോട്ടിലാണ് പോവാൻ പോകുന്നത്. ഇതെല്ലാരും ആക്ച്വലി ഇന്ന് രാത്രി ഒരു ഫുൾ മൂൺ പാർട്ടി നടക്കുന്നുണ്ട് അവിടെ. എനിക്ക് തോന്നുന്നു മിക്കവരും 90% ഓഫ് ദീസ് പീപ്പിൾ ആർ ഗോയിങ് ഫോർ ദാറ്റ് ഫുൾ മൂൺ പാർട്ടി. നമ്മളങ്ങനെ ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. നമ്മളെ റിസോർട്ടെത്തി. കുക്കി സാലഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. ഈ റിസോർട്ടിന്റെ റിസപ്ഷൻ ഏരിയയില്ല, തിരിച്ചു കാണിച്ചു തരാം. റിസപ്ഷന് നേരെ നോക്കിയാൽ ബീച്ച്. നമ്മളങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോകും. പിടിച്ചിരിക്കണം ഗൈസ്. ഇത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയെക്കാളും എന്റർടൈനിങ് ആയൊരു റൈഡാണിത്. ഇതിന്റെ മുകളിലോട്ടെന്തോ ഹായ്. കയറിയ ഉടനെ ബെഡ്, ചെറിയൊരു TV, ഞാൻ. എന്നിട്ട് നേരെ നമ്മൾ വരുമ്പോൾ വാഷ്റൂം, ഷവർ ഏരിയ. ഇത് കബേർഡ്സ് ഉണ്ട്. ഇവിടെ എന്തൊരു സംഭവമുണ്ട് നോക്കട്ടെ. ഓ, ഇങ്ങനെ തുറന്നു വരുമ്പോ ഇവിടെ അതെ ഒരു ടെറസും ഒക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ റൂം ടൂർ. ഇനി നമ്മൾ ബാക്കി കാണിക്കുന്നതായിരിക്കും. വയ്യ, ക്ഷീണായി ഗൈസ്. അതാണ്, സംസാരമൊന്നും വരണില്ല. വേർത്തിട്ടൊക്കെ ഉണ്ടല്ലോ, കിളി പറഞ്ഞിരിക്കുവാണ്, ചൂട്. അങ്ങനെ നെക്സ്റ്റ് ഞാനൊന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വൈകിട്ട് എന്താണ് പരിപാടി എന്നുള്ളത് വൈകിട്ടത്തെ പരിപാടിക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അൺടിൽ ദെൻ ഹല. നിങ്ങടുത്ത് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു പോയില്ലേ, പോയി കഴിഞ്ഞ് പിന്നെ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇപ്പം അടുത്ത ദിവസമായി. വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ ഒരു ബോട്ട് റൈഡും സ്നോർക്കലിംഗ്, കയാക്കിംഗ്, അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോവുക. ഇന്നലെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഐ ഷോഡ് യു. നമ്മൾ താമസിക്കുന്ന ഒരു ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ആ ബീച്ചിൻ്റെ പേരാണ് സാലഡ് ബീച്ച്. സോ അവിടെ തന്നെ ആക്ടിവിറ്റിക്കുള്ള ആൾക്കാർ വരും. സോ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുക. ഒരു കാര്യം കാണിച്ചട്ടെ, നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ അടിപൊളി ഒരു താമര കുളമൊക്കെ ഉണ്ട്. പക്ഷേ ഒടുക്കാത്ത ചൂടിൽ താമരയൊക്കെ കരിഞ്ഞ് അവിടെ ഒന്ന് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെയുള്ളൂ. ഒന്നരണ്ട കഷ്ടിച്ച് കണ്ടോ, ഒരു ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു കംപ്ലീറ്റ് കരിഞ്ഞു പോയി. ഇപ്പുറത്തെ സൈഡ് മീനാണ്, മീൻ. നമ്മുടെ ബോട്ട് വെരി ഇൻട്രസ്റ്റിംഗ് യാത്ര ആയിരിക്കും മിക്കവാറും. ഡേ 5 നമ്മൾ കൊപ്പന്യാനിലാണ്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ. ഇപ്പൊ റൂബിനെ പിടിച്ചോ, ഞാൻ റൂബി വീഴുന്ന വീഡിയോ എടുക്കാൻ നിൽക്കുക. ബ്ലോഗറുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്കായി കണ്ടന്റിന് വേണ്ടി ജീവൻ വരെ പണയം വെച്ച് വാട്ടർ ആക്ടിവിറ്റീസ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ്, ഇതിനൊക്കെയാ പോകുന്നത്. സ്നോർക്കലിംഗ് ഞാൻ ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് അറിയില്ല. പിന്നെ മുങ്ങൽ അതേ എനിക്കറിയുള്ളൂ. ഇതാണ് വായിൽ വെക്കാനുള്ള സാധനം. റെഡ്. ചാടിക്കോ. എങ്ങനെയുണ്ട്? ഒന്നും മിണ്ടുന്നില്ല ഗൈസ്. പക്ഷെ നില കിട്ടത്തില്ലല്ലോ. എനിക്ക് ഇവിടുന്ന് വിടാൻ തോന്നില്ല. രണ്ടുപേരും കൂടെ നീന്തി വരുവാണ് കേട്ടോ. ദാദാ ഈ സാധനം എടുക്ക്.
എന്നെ മുക്കാൻ എല്ലാ രീതിയിലെടുത്ത് ഇങ്ങനെ പിടിക്കുന്നോ വട്ടത്തിൽ അടിച്ചോണ്ടിരിക്കണോ? ഒന്നും ചെയ്യണ്ട, അത് മൂവ്മെന്റിന് വേണ്ടി. കൈ വെച്ച് നമ്മൾ തുഴയും. പിടിച്ചിരുന്നോ? ഇല്ല ഇല്ല, ഞാനൊക്കെ വെറുതെ ടെൻഷൻ. എന്റെ കൈ പിടിക്കോ പ്ലീസ്? കൈ പിടിച്ചു. രണ്ട് കൈയും തരാം. എന്റെ പൊന്നെ, ബാക്കിൽ ആഷിക്കിന്റെ കൈ ഉണ്ട്. തരും, സാധനം തരും, പേടിക്കണ്ട. നിങ്ങളെല്ലാരും ശരിക്കാട്ടിരിക്കുന്ന നിങ്ങളുടെ ഈ പ്രശ്നമൊക്കെ തീരും. ഞാൻ അടി നോക്കിയതണ്ട ലൈഫ് ജാക്കറ്റിന്റെ അകത്തൂടെ. എന്തായി ഡാന, എന്തായി? ബോട്ട് കൊണ്ടുപോവുക. ഇത് ഡാന നമ്മളെല്ലാരും കൂടെ വെള്ളത്തിടും തോന്നുന്നു. ഞാൻ ലൈഫ് നമ്മൾ രണ്ടും മാത്രമേ ലൈഫ് ജാക്കറ്റിനുള്ളൂ. ഇവരീ പോകുന്നത് കണ്ടോ? ഇങ്ങനെ വേണം സ്നോർക്കിൾ ചെയ്യാൻ. പക്ഷെ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ സ്നോർക്കിൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. താങ്ക്സ് ടു സുബിൻ ആഷിഖ്. നമ്മളിപ്പോൾ മാലിബു ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ് ഇപ്പോൾ ഉള്ള. സ്നോർക്കിളിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടോട്ട് എത്തി. ഇതാണ് ഗൈസ് ബീച്ച്. ഗൈസ് കയാക്കിങ്ങിലേക്ക് കടക്കുകയാണ്. ഇതേ നമുക്കുള്ള കയാക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആഷിക്ക് ഇതിനകത്ത് കയറി ഓൾറെഡി ഇരിപ്പുറപ്പിച്ചു. ഇത് കാനഡയിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ആഷിക്കിനതൊന്നും ഒരു പുത്തരിയല്ലെന്നാണ് പറയുന്നത്. ഗൈസ് ഞാൻ കൂലിംഗ് അല്ലേ കേട്ടായിരുന്നു, വൃത്തി കാണിക്കരുത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്ന് തൊഴേ. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, എത്ര തുഴഞ്ഞാലും ഈ ഇട്ടാവട്ട ഈ ചെറിയൊരു സ്ഥലത്ത് കിടന്ന് നമ്മൾ കറങ്ങുന്നു. ഞാനായി സുബിനാണ് ആ തുഴഞ്ഞു പോകുന്നത്. അവിടെ ആസഫൻ ചിഹ്നം കുറെ നേരമായിട്ട് തുഴയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ റിവേഴ്സ് വന്നോണ്ടിരിക്കും. നമ്മളങ്ങനെ കയാക്കും കഴിഞ്ഞു. ഈ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും കയാക്കാൻ പോകാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കാനഡയിൽ എന്താണ് വമ്പൻ കയാക്ക് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് അത്ര. നമ്മളുണ്ടല്ലോ ഇവിടെ ഇട്ട് കറക്കി അവസാനം എനിക്ക് വർക്കൗട്ട് ആയി. ഞാൻ ഒരു വിധത്തിൽ കരക്കടുപ്പിക്കുകയും മനുഷ്യൻ വീണ്ടും കറക്കും, ഒരു വിധത്തിൽ വീണ്ടും അങ്ങോട്ടും ഉണ്ടാവും, വീണ്ടും ഇട്ട് കറക്കി അവസാനം നമ്മളൊക്കെ തിരിച്ച് മുട്ടി കയറി വേറൊരു ഐലൻഡിൽ കൂടെ പോയിട്ട് തിരിച്ചു റൂമിൽ പോകും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വള്ളത്തിൽ കയറിയിട്ട് നമുക്ക് അടുത്ത ഐലൻഡിലേക്ക് പോകാം. നമ്മൾ അടുത്ത ബീച്ചായ പീച്ച് ആൻഡ് ബീച്ചിലേക്ക് എത്തി. ഇതും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 1 more ബീച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സാലഡ് ബീച്ചിലേക്ക് അവർ ഡ്രോപ്പ് ചെയ്യും. ഓടി നമ്മളെല്ലാ ബീച്ചിലും ഐലൻഡിലും പോകുന്നു. ആഷിക്കും സുബിനുമാണിത് ആ കിടക്കുന്ന ആൾക്കാർ. ചിന്നുവും ആസിഫും ഇതും അങ്ങോട്ടേക്ക് പോകുന്നു. നമ്മളിവിടെ കരയിലിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ബീച്ചിൽ വന്നതാ. ഇതിൽ കിടക്കുമ്പോൾ പോലെ കിടക്കാം. നല്ല സുഖമാണ് ഗൈസ്, കിടന്നുറങ്ങാൻ പറ്റും. ഇനി അടുത്ത ബീച്ചിലേക്ക് പോകാൻ പോവാ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വള്ളം ആൻഡ് ഗോ ടു നെക്സ്റ്റ് ബീച്ച് ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ടു സാലഡ് ബീച്ച്. ഓക്കേ. ഗൈസ്, ആഫ്റ്റർ 1 eternity നമ്മളങ്ങനെ നമ്മുടെ സാലഡ് പൂരി റിസോർട്ടിലെത്തി. ലുക്ക് അറ്റ് ദി സൺസെറ്റ്. സെറ്റ് അല്ലേ? ഓ, അടിപൊളി സൺസെറ്റ് ഗൈസ്.
ഇനി നമ്മൾ റെസ്റ്റ് എടുക്കും ഗൈസ്. കാരണം 1 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ്, ഇപ്പോൾ 6:30 ഇപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. സ്നോർക്ലിംഗ് ചെയ്തു, ഞാൻ ചെയ്തില്ല, എനിക്ക് ആക്ച്വലി കുറച്ച് വയ്യായിക ഉണ്ട്, അതുകൊണ്ട് ചെയ്യാത്ത. അത് കഴിഞ്ഞ് കയാക്കിങ് ചെയ്തു. ആൻഡ് ദെൻ വി വെൻറ്റ് ടു അതർ ബീച്ചസ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ റിസോർട്ടിലെത്തി. ഇനി ഡിന്നർ ആൻഡ് ദെൻ ഉറക്കം. നാളെ നമ്മൾ ഇവിടെ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് പോകും. സോ നാളെ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.